അതെ, ഞാൻ ഒരു അയ്യപ്പ വിശ്വാസിയാണ്. ഇതിലും വലിയ പ്രശ്നം ശബരിമലയിൽ നടന്നു. അന്ന് ഇവർക്ക് കേസും കൂട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കേസെടുത്ത ഏറ്റവും നല്ല കാര്യമാണ്. കാരണം മറ്റുള്ള കായികമാർക്കും മറ്റുള്ള അതിപ്പോൾ കേസെടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇലക്ഷൻ ആകുമ്പോൾ പല പാട്ടുകളും വെച്ചിട്ട് ഭക്തിഗാനങ്ങൾ പാരഡി ഇറക്കൽ ഇന്നൊന്നും തുടങ്ങിയതല്ല, എത്ര കാലമായി. ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ പോറ്റിയെ കയറ്റിയുള്ള പാരഡി ഗാനത്തിനെതിരെ ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? അതിപ്പോൾ കേസെടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇലക്ഷൻ ആകുമ്പോൾ പല പാട്ടുകളും വെച്ചിട്ട് കോമഡി ആയിട്ടും ഇതായിട്ടും പറയും. അത് വിജയപക്ഷത്തിന്റെ ഭാഗമായിട്ട് അവർ പലതും ഇറക്കും. ഇപ്പൊ ഇതിന് മുമ്പേ ഈ കലാഭവൻ മണിയോ ഇവരൊക്കെ ആയിട്ട് ഇതിന് മുമ്പേ പാടിയിട്ടൊക്കെ ഉണ്ട് ഈ പാട്ട്. അതുകൂടാതെ വേറെയും പാട്ടുകൾ മുസ്ലിം ഗാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു കേസെടുക്കേണ്ട കാര്യമില്ല. നേരത്തെ ഭരണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പാരഡി ആയിട്ട് തന്നെ തോന്നി. അല്ല, അതിനാ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവോയ്ഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. ഇതിനേക്കാൾ മുന്നേ അയ്യഭക്തങ്ങൾ പാരഡി ഇറക്കിയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു വിവാദം, ഒരു കേസ്. ശബരിമലനെ വെച്ചിട്ടും അയ്യപ്പനെ വെച്ചിട്ടും ഹിന്ദു വ്യവഹാരത്തെ വ്രണപ്പെടുത്തിയിട്ടും ഒരുപാട് കേസുകൾ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഏതോ ഒരു ഈ പാരഡി പാട്ടിനെ കുറിച്ച് മാത്രം ഇതൊന്നും പോന്നു. ഞാനൊരു അയ്യഭക്തൻ എന്ന നിലയിൽ ഞാൻ അതിനെതിരാണ്. ഏത് ഭക്തിഗാനങ്ങൾക്ക് പാരഡി ഇറക്കണേ എതിരാണ്. പക്ഷെ ഈ നേരത്തെ ഈ വിവാദം ഇറക്കിയതിന് ഞാൻ അനുകൂലിക്കുന്നില്ല. ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. മുമ്പ് ഇതുപോലെ പാട്ടുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനകത്തൊന്നും കേസുണ്ടായിട്ടില്ല. താല്പര്യത്തിൽ പറയാനുള്ളത് ആ കേസെടുത്ത ഏറ്റവും നല്ല കാര്യമാണ്. കാരണം മറ്റുള്ള കായികമാർക്കും മറ്റുള്ള പാരഡി ഗാനങ്ങൾ ഇറക്കുന്നവർക്കൊക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് എഴുതിയിട്ട് പാട്ടിറക്കേണ്ട ഒരു സിഗ്നലാണ് അതിന് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു അയ്യപ്പനെ കുറിച്ച് എത്ര മോശമായൊരു പാരഡി ഗാനം ഇറക്കുമ്പോൾ അത് വളരെ മോശമായിട്ടാണല്ലോ കാണുന്നത്. അതെ, ഞാൻ ഒരു അയ്യപ്പ വിശ്വാസിയാണ്. എല്ലാ കൊല്ലവും മലയ്ക്ക് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു അയ്യപ്പന് ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇതിലും വലിയ പ്രശ്നം ശബരിമലയിൽ നടന്നു. അന്ന് ഇവർക്ക് കേസും കൂട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പെണ്ണുങ്ങൾ അവിടെ തള്ളിക്കയറ്റിലും പോലീസുകാർ പിടിച്ചു കൊണ്ടുപോലും അന്നൊന്നും ഈ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പാരഡി ഗാനത്തിലൂടെ കേട്ടത്. 3 മാസത്തോളം ഈ പാട്ട് ഇറങ്ങിയിട്ട് അതുവരെ ഈ വ്യക്തികൾ ഈ പരാതി കൊടുത്ത ആൾക്കാരൊക്കെ ഇത് കണ്ടിറങ്ങി, ഇളച്ചാൽ കേട്ടിറങ്ങി. പക്ഷേ ഈ ലാസ്റ്റ് ടൈമിൽ ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു. ഈ പാട്ടിൻ്റെ ഇതിൽ അവർക്ക് തോൽവി ചെറിയ ഒരു ബാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ ഈ ടൈമിൽ. അല്ല വെച്ചെങ്കിൽ നമ്മളിത് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പരാതി കൊടുക്കേണ്ട കാര്യം. പാരഡി നമ്മൾ പാരഡി ആയിട്ട് തന്നെ കണ്ടാൽ മതി.